ഇന്ന് നമുക്ക് നല്ലൊരു പൊതിച്ചോറ് സെറ്റ് ചെയ്യാം. ഇനി നല്ല വാട്ടിയെടുത്ത വാഴയിലയിലോട്ട് നമുക്ക് ചോറ് വെച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ചോറ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാമ്പാർ ഒഴിച്ച് കൊടുക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഒരു ബീൻസ് തോരനാണ് വെച്ച് കൊടുക്കുന്നത്. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല പൊരിച്ച നൊത്തോലി മീനാണ് ഞാനിവിടെ വയ്ക്കുന്നത്. അങ്ങനെ പൊരിച്ച മീനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്ന് എനിക്കിവിടെ നൊത്തോലിയാണ് കിട്ടിയത്, അതാണ് നൊത്തോലി വെച്ചത്. ഇനി നമുക്ക് നല്ല തേങ്ങയൊക്കെ ഇട്ട് അരച്ച് നല്ല കട്ടി ചമ്മന്തി വെച്ച് കൊടുക്കാം. അതും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അല്പം അച്ചാറും കൂടെ വെച്ച് കൊടുക്കുകയാണ്. ലാസ്റ്റ് ഇതെല്ലാം കഴിഞ്ഞു. ഇനി നമുക്ക് നന്നായിട്ട് കെട്ടി വയ്ക്കാം. ഇതൊരു 3-4 മണിക്കൂർ വച്ചിരുന്നാൽ മാത്രമേ ഈ ഇലയുടെ ടേസ്റ്റൊക്കെ നമുക്ക് ആ ചോറിൽ പിടിക്കുകയുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ നമുക്കിതൊക്കെ ഉണ്ടാക്കി വെച്ച് സെറ്റ് ചെയ്തെടുത്താൽ ഉച്ചയൊക്കെ ആകുമ്പോൾ നല്ല രുചിയായിരിക്കും, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ പൊതിച്ചോറൊക്കെ സെറ്റായി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഉച്ചയ്ക്കൊരു 1:30 ആയപ്പോഴത്തേക്കും ഞാനിത് തുറന്ന് നോക്കുകയാണ്. വാഴയിലയുടെ ടേസ്റ്റൊക്കെ വന്ന് നല്ല രീതിയിൽ ചോറ് സെറ്റായിട്ടുണ്ട്. നമുക്ക് അല്പം സാമ്പാറും ചമ്മന്തിയും തോരനും അതുപോലെ കുറച്ച് നൊത്തോലി ഫ്രൈയും ഒക്കെ ചേർത്ത് കഴിക്കാം. താങ്ക് യു.